തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും ഉമ്മൻചാണ്ടിയെയും പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായി ഉയർത്താൻ ആരാണ് ഡോക്ടർ അരുൺകുമാറിന് അധികാരം തന്നത്? ഉമ്മൻചാണ്ടി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് വിലാപയാത്ര എത്ര മണിക്കൂർ എത്തിയാണ് അദ്ദേഹത്തിൻ്റെ നാടായ പുതുപ്പള്ളിയിലെത്തിയത് എന്ന് അരുൺകുമാർ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ കണ്ടതാണ്. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ ഓരോ ജനങ്ങളുടെ മനസ്സിലും ഇപ്പോഴും മരിക്കാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജനകീയനായ മുഖ്യമന്ത്രി, ഏത് സമയത്തും എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമുക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. കഴിഞ്ഞ ദിവസം വിനായകൻ കണ്ടു. വിനായകൻ VS വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പോൾ വിനായകന്റെ അച്ഛനും ചത്തു, എൻ്റെ അച്ഛനും ചത്തു, നിന്റെ അച്ഛനും ചത്തു എന്ന് പറയാൻ വിനായകന് നട്ടല്ലുണ്ടോ, ഉളുപ്പുണ്ടോ വിനായക? ഇതൊക്കെ കാണിക്കാനും ചെയ്യാനും കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും, മാധ്യമങ്ങളെ നിങ്ങൾ വിട്ടേക്ക്, കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർത്താൽ നന്ന്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ അല്ലെങ്കിൽ പരോക്ഷമായി ഈ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. VS അച്യുതാനന്ദന്റെ വിലാപയാത്രയിൽ, VS എന്ന് പറയുന്നത് പാർട്ടി അണികളുടെ കണ്ണുനീരും നോവുമായി മാറിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം നീതിക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും പോരാടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ, വിലാപയാത്രയിൽ അരുൺകുമാർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത ഒരു പാർട്ടി എഴുത്തിക്കൊണ്ടല്ല മറ്റൊരാളെ പൊഴുത്തേണ്ടത് എന്ന് ആദ്യം അരുൺകുമാർ മനസ്സിലാക്കിയാൽ നന്ന്. ഇവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യനുയർത്തിയ സമര മുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല VS വിടവാങ്ങുന്നത്. VS നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത്. എന്നാൽ ജനമനസ്സുകളിൽ ജീവിക്കുന്ന തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ അരുൺകുമാറിന്റെ വാക്കുകൾക്കാവില്ല എന്ന് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട്. ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തൻ്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് CPMകാരാണ്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ വെറുതെ വിടാത്ത ചില അന്തം കമ്മികളായ മാധ്യമ പ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കുന്നത് പോലെയാണ് സോളാർ കേസിൽ അദ്ദേഹത്തെ ആക്രമിച്ചത് ഈ കമ്മികൾ. ഇതിന് ഈ ഫേസ്ബുക്കില് കുറെ കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റുകൾ ഇങ്ങനെയാണ്. ധനിത് ലാൽ S നമ്പ്യാർ അദ്ദേഹം എഴുതുന്ന കമന്റ് ഇങ്ങനെയാണ്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ പുണ്യാളനാക്കിയത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നിരവധി പേരുടെ കണ്ണീർ അകറ്റുവാനും നിരവധി പേർക്ക് ആശ്വാസം ലഭിക്കുവാനും കാരണമായിട്ടുണ്ട്. അവർ ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി കരുതുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. മരിച്ച VSനെ ഉമ്മൻചാണ്ടിയെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള തന്റെ വാചക ഛർദിലുണ്ടല്ലോ, അത് ഒരു മതവിശ്വാസികൾക്കെതിരെയായി മാറി. താങ്കൾ വരും ദിവസം ഈ ഛർദിലിന് കേരളീയ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. സഭാവിശ്വാസം അനുസരിച്ച ഉമ്മൻചാണ്ടി എന്നല്ല, ഒരു സാധാരണക്കാരൻ മരിച്ചാലും ഇതൊക്കെ ചെയ്യുന്നതാണ്. കല്ലറയിലെ പ്രാർത്ഥനയും മെഴുകുതിരി കത്തിക്കലും വർഷം തോറുമുള്ള ധൂപ പ്രാർത്ഥനയും ഒക്കെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ആ സഭയുടെ ആചാരവും വിശ്വാസവുമാണ്. അതിനെയാണ് താങ്കൾ അവഹേളിച്ചത്.
താങ്കൾ ഒരു വർഗീയവാദിയാണെന്ന് ഈ വാക്കുകളിലൂടെ തിരിച്ചറിയാൻ പറ്റി. VSന്റെ വിലാപയാത്രയും കാണിച്ച് ഈ വർഗീയ വിഷം താങ്കൾ ഛർദ്ദിക്കതായിരുന്നു. ജിജോ മാത്യു എന്ന് പറയുന്ന ആളുടെ കമന്റ് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ പുണ്യാളനായി കണ്ടാൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തിനാണ് അരുൺകുമാർ വിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന പോലെയാണല്ലോ നിന്റെ പറച്ചിൽ. ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിശ്വാസത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതാണ്. അരുൺകുമാറിന്റെ പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അനു VR എഴുതുന്നു. അതിനിടയിൽ റിപ്പോർട്ടറിൽ അരുൺകുമാർ പറയുന്നത് കേട്ടു, ഈ കുഴിമാടത്തിൽ ആരും മെഴുകുതിരി കത്തിക്കില്ല എന്ന്. അതെന്തിനാണ് എടുത്തു പറയുന്നത്? ആദ്യം വിചാരിച്ചത് അനിൽ നമ്പ്യാർ ആണെന്നാണ്. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? മെഴുകുതിരി കത്തിക്കുന്നത് അത്ര മോശമാണോ? ഇവൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തം. പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മരണാന്തരം സെമിത്തേരിയിൽ മെഴുകുതിരി കത്തിക്കുന്നത് പോലെയുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ എന്തോ കുറഞ്ഞ ഏർപ്പാടാണെന്ന് ഇവൻ പറയാതെ പറയുന്നത്. മെഴുകുതിരി കത്തിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശാസ്ത്രീയമാണോ? ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആകുന്നത് എങ്ങനെയാണ്? ഇവന്റെയൊക്കെ ഹിന്ദുത്വ യുക്തിവാദവും സെമറ്റിക് വിരുദ്ധ മാനസികാവസ്ഥയുമാണ് അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അത് തന്നെയാണ് അടിയന്തരമായി തുറന്നു കാട്ടേണ്ടത്. ഇങ്ങനെയാണ് പല ഇതിലും വലിയ കമന്റുകൾ, വളരെ രൂക്ഷമായ കമന്റുകളൊക്കെ വരുന്നുണ്ട്. VS 101 വയസ്സിൽ മരണപ്പെട്ടു. VS ഒരു വിപ്ലവ സൂര്യനാണ്, പോരാട്ടത്തിന്റെ ഒരു മുഖമാണ് VS എന്ന് പറയുന്നത്. VSന് തുല്യം മറ്റാരുമില്ല എന്ന് കൃത്യമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് തൊഴിലാളി വർഗ കമ്മ്യൂണിസം. അതാണ് നല്ല കമ്മ്യൂണിസ്റ്റ്. ആ തൊഴിലാളി വർഗത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചു പോരാടിയ ഒരു മനുഷ്യനാണ് VS അച്യുതാനന്ദൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുതലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിസം അല്ല തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിനൊപ്പം നിന്ന് പോരാടി മരിച്ച ഒരു ജനനായകനാണ് VS അച്യുതാനന്ദൻ എന്ന് കൃത്യമായി പറയാം. അദ്ദേഹം വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കത്തിയെരിയുമ്പോഴും കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് വിളിക്കുന്ന ഓരോ ആർപ്പ് വിളികളും നമുക്ക് കേൾക്കാം. കാതോർത്തിരുന്നാൽ അതിൽ മുഴങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഈ വിലാപയാത്രയിൽ ഒരു സഭയെ അപമാനിച്ചുകൊണ്ട്, ഒരു ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ അപമാനിച്ചുകൊണ്ട്, പ്രത്യക്ഷത്തിലല്ല എങ്കിലും പരോക്ഷമായി, അത് കൃത്യമായി ചാണ്ടി ഉമ്മന് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ചിലരെങ്കിലും അരുൺകുമാറിന്റെ ഇത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ എൻ്റെ അച്ഛനെ പറയുന്നതാണ് എന്ന് എനിക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ നിലപാട്, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത്രയെങ്കിലും മാന്യത മാധ്യമ ലോകത്തെ വലിയ സിംഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു അരുൺകുമാർ. നിങ്ങൾ എന്തുകൊണ്ടത് കാണിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയം തികട്ടി വരുന്നത് നിങ്ങൾ പോലും അറിയാതെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മരിച്ചുപോയ ഒരാളെ ആക്ഷേപിക്കുന്നതിനപ്പുറം മറ്റൊരു പാപവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എത്ര വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ചാലും, നിങ്ങളെ മറ്റുള്ളവർ അങ്ങനെ പോഴ്ത്തിക്കൊണ്ട് തലയ്ക്ക് മീതെ എടുത്തു വച്ചാലും, ഈ ചില വാക്കുകൾക്ക്, ചില നാക്കുപിഴകൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.